വീണ്ടും ആറന്മുളയുടെ വിശേഷങ്ങളിലേക്ക് തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ ജലമാമാങ്കം ഇന്നിപ്പോൾ ഈ കാണുന്ന പമ്പാ നദിയിൽ നടക്കാൻ പോകുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം പള്ളിയോട സേവാ സംഘത്തിന്റെയും അതോടൊപ്പം തന്നെ വർഷങ്ങളായി ഈ മഹത്തായ ജലമേളയെ മുന്നോട്ട് നയിക്കുന്ന നിരവധി വ്യക്തികൾ ചേരുകയാണ്. BJP-യുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഗോപകുമാർ ചേട്ടനുണ്ട്. അതെ, അദ്ദേഹം പള്ളിയോടത്തെ സംബന്ധിച്ച ഭാരവാഹിത്വം പറയുന്നതാണ് നല്ലത്. ഇവിടെ രാഷ്ട്രീയത്തിന് പ്രാധാന്യം ഇല്ലല്ലോ. അപ്പൊ നമുക്ക് പള്ളിയോട വിശേഷങ്ങളിലേക്ക് തന്നെ വരാം. ലോകത്തിലെ തന്നെ ഏറ്റവും പൈതൃകം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു ജലമേളയാണ് നമ്മുടെ ഈ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നെഹ്റു ട്രോഫിക്ക് നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് നമുക്കുള്ളത്. ഇത് നമ്മുടെ പൈതൃകവും സംസ്കാരവുമാണ്. ഇവിടെ പങ്കെടുക്കുന്ന അത് കരക്കാരാണ്, ടീമല്ല. അപ്പോൾ 52 കരക്കാരാണ്. ഒരു കാലത്ത് പള്ളിയോടം ഇത് സംരക്ഷിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാതെ വന്ന സമയത്ത് വളരെ ചുരുങ്ങി 28 കരകളായിട്ട് മാറി. അത് വീണ്ടും ആ പള്ളിയോട സേവാ സംഘത്തിൻ്റെയൊക്കെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഓരോ വർഷവും കൂടി ഇപ്പോൾ 52 കരയിലും പള്ളിയോടമുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അത് വലിയൊരു ആവേശത്തിൻ്റെ ഭാഗമാണ്. എല്ലാ കരകൾക്കും പള്ളിയോടം ആറന്മുളയുമായി ബന്ധപ്പെട്ട എല്ലാ കരകൾക്കും ഏതാണ്ട് ഒരു 90% കരകൾക്കും പള്ളിയോടങ്ങളായിരിക്കും. ആ പള്ളിയോടങ്ങളാണ് ഇവിടെ പങ്കെടുക്കുന്നത്. നമുക്കറിയാം തിരുവാറന്മുളയപ്പൻ്റെ അന്നം ആ നേദിക്കാനുള്ള അന്നം ആ നേദ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, ആ വിഭവങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പള്ളിയോടം കരക്കാർ പള്ളിയോടം എന്ന സങ്കല്പത്തിലേക്ക് വന്നത്. അപ്പോൾ അത്രയും ആചാരവുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെ കായിക മാമാങ്കം അല്ലേ ഇത് ആചാരമാണ്, നമ്മുടെ പൈതൃകമാണ്. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഒരു ജലമേളയാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ കാണികൾക്കാണ് മത്സരം. പള്ളിയോടങ്ങളെ സംബന്ധിച്ച് അവർക്ക് തമ്മിൽ ഒരു മത്സരവും ഇല്ല. ഇത് കരക്കാരുടെ സൗഹൃദവും ഈ നാടിൻ്റെ ഉത്സവമാണ്. ആറന്മുളയെ സംബന്ധിച്ച് ഉത്രട്ടാതിയാണ് ഇവിടുത്തെ തിരുവോണം എന്ന് പറയാം. ഓണം എന്ന് പറഞ്ഞാൽ ഉത്രട്ടാതിയാണ്. അത്രത്തോളം ആവേശകരമായിട്ടുള്ള ഒരു ദിവസമാണ് ഇവിടെ എല്ലാ കരക്കാരും. കുറച്ച് കഴിയുമ്പോൾ തന്നെ എല്ലാ പള്ളിയോടങ്ങളും ഇവിടെ എത്തും. ഇപ്പോൾ തന്നെ എല്ലാ പള്ളിയോടങ്ങളും ഇവിടെ ഉണ്ട്, കരക്കാരും എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ച് പറയുമ്പോൾ ഇത് നമ്മുടെ പൈതൃകമാണ്, സംസ്കാരമാണ്. ഇത് ഉത്രട്ടാതി വള്ളംകളി ഇല്ലാതെ ഈ നാടിനൊരു ഓണം ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റും. ഒരു ഘട്ടത്തിൽ ചേട്ടൻ സൂചിപ്പിച്ചതൊരു 28 കരകളായിട്ട് ചുരുങ്ങി എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ നമ്മൾ വളരെ അഭിമാനം തോന്നും. പള്ളിയോടങ്ങളുടെ എല്ലാം കൂമ്പിലും അവരത്തും ഒക്കെ വളരെ ചെറുപ്പക്കാരിരിക്കുകയാണ്. അത് പള്ളിയോട സേവാ സംഘത്തിന് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒന്നല്ലേ? തീർച്ചയായും. ഇപ്പോൾ ഞാൻ പറയല്ലോ, മത്സര വള്ളംകളി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആളുകളെ സംബന്ധിച്ച് ഇതൊരു ഭക്തജനങ്ങളാണ് വള്ളത്തിൽ കയറുന്നത്. അല്ല, ഭക്തിയില്ലാത്തവന് കയറാൻ പറ്റിയ ഒരു സംവിധാനം അല്ല നമ്മുടെ പള്ളിയോടം. അത് പള്ളിയോടം എന്ന് പറയുമ്പോൾ തന്നെ ഭഗവാൻ കൃഷ്ണൻ, ഇവിടെ നമുക്കറിയാം ആറന്മുള വള്ളസദ്യയുടെ പ്രാധാന്യം അറിയാം. ഭഗവാൻ കൃഷ്ണന്റെ സാന്നിധ്യം ഈ പള്ളിയോടത്തിലുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്ന വിഭവങ്ങളൊക്കെ വഴിപാടുകാരൻ കൊടുക്കുന്നത്. അല്ലാതെ വള്ളയോടത്തിൽ വരുന്ന ആളിനെ കണ്ടിട്ടല്ല. ആരാണ് ഭഗവാൻ എന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. നമ്മുടെ അമ്പലപ്പുഴയിലെ സങ്കല്പം അതാണ്, നാടകശാല സദ്യയൊക്കെ. അപ്പോൾ അത്രയും ആ ഭഗവാൻ അതിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചോദിക്കുന്ന വിഭവമൊക്കെ കൊടുക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഭക്തിയോടെ അവരത് കൊടുക്കുകയും അവർക്ക് അനുഗ്രഹം ഉണ്ടാവുകയാണ്. എല്ലാ വർഷവും ഒരു വർഷം വള്ളസദ്യ നടത്തുന്ന ആൾ വീണ്ടും നടത്തുകയാണ്. കാരണം അവർക്ക് പരിപാടികാരുടെ എണ്ണം കൂടി വരികയാണ്. അവർക്ക് ഫലസിദ്ധിയുണ്ട്. അവർ നടത്തുമ്പോൾ അവർ പറയുന്ന ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കുകയാണ് ഭഗവാൻ. അപ്പോൾ അത്രയും വലിയ പ്രാധാന്യമുണ്ട്. ഈ മറ്റൊരു കാര്യം കൂടി, സർക്കാർ ഓരോ വർഷവും മന്ത്രിമാർ ഇവിടെ വരുമ്പോൾ പള്ളിയോടങ്ങൾക്ക് ഗ്രാന്റിനെ സംബന്ധിച്ച് പല ആവശ്യങ്ങൾ എല്ലാ കാലത്തും പറയുന്നു. അവർ പറയുന്നു ഗ്രാന്റ് കൊടുക്കുന്നുണ്ട്. എന്താണ് അവസ്ഥ? ഈ സർക്കാർ ഇതിനെയൊക്കെ സഹായിക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് ആ കാര്യത്തിൽ വലിയ പരാതിയുണ്ട്. കാരണം നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഒരു 18 വള്ളമാണ് ഇപ്പം, അല്ലേ? 18, എനിക്ക് തോന്നുന്നു 18ഓളം ചുണ്ടൻ വള്ളങ്ങളാണ് പങ്കെടുക്കുന്നത്. ഇവിടെ 52 ചുണ്ടൻ വള്ളങ്ങളാണ്. അതേ തടിയും അതേ പണിക്കാരും ഒക്കെയാണ് ഇതും പണിയത്. ഈ 52 പള്ളിയോടങ്ങൾ പങ്കെടുക്കുന്ന ഇത്രയും വലിയ ജലമേളയ്ക്ക് സർക്കാർ കൊടുക്കുന്നത് വളരെ തുച്ഛമായിട്ടുള്ള 5 ലക്ഷം രൂപ ഇങ്ങനെയൊക്കെയാണ് ഗ്രാന്റ് കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു 2-3 കോടി രൂപയെങ്കിലും ഇല്ലെങ്കിൽ നടത്തിക്കൊണ്ടു പോകാൻ പറ്റത്തില്ല. അല്ലല്ല, ഇപ്പൊ 70-75 ലക്ഷം രൂപയോളം ഒരു എ ബാച്ച് വള്ളം വേണമെങ്കിൽ പറയും. ഇപ്പൊ എ ബാച്ചും ബി ബാച്ചും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല. വലിപ്പത്തിൽ ചെറുതാണെങ്കിലും 1 കോടി രൂപയിൽ അടുത്ത് കരയ്ക്ക് ചെലവാണ്. പിന്നെ അധ്വാനം, ആ കരയുടെ അതിനകത്തുള്ള അർപ്പണം എല്ലാം അതിലൊക്കെ വലിയ ചെലവാണ്. പക്ഷേ സർക്കാരുകൾ സഹായിക്കുന്നില്ല. നേരത്തെ കേന്ദ്ര ഗവൺമെന്റ് ഗ്രാന്റ് തന്നിരുന്നു. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ മുന്നിലേക്ക് നമ്മളെ ഒരു കൃത്യമായിട്ട് പോയിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട നമ്മുടെ സംസ്ഥാന അധ്യക്ഷനടക്കമുള്ള ആളുകൾ വഴി പള്ളിയോട സേവാ സംഘം നമുക്കിവിടെ കേന്ദ്ര ഗവൺമെന്റിന് നല്ലൊരു സഹായം. അതായത് ഇപ്പോൾ ഇവിടെ പവലിയനില്ല, നമുക്കൊരു സ്ഥിരമായ ഒരു പവലിയൻ സംവിധാനം പോലും ഇല്ല. വള്ളംകളി കാണാനുള്ള സംവിധാനം ഇല്ല. ഇവിടെ വെള്ളമില്ല. ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം റേസ് കമ്മിറ്റി കൺവീനർ ശ്രീ പേരട്ട അജിയാർ നായരാണിത്. ഇവിടെ വെള്ളം കളിക്കാൻ വെള്ളമില്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാ സജ്ജീകരണം ചെയ്ത് വെള്ളമില്ലെന്ന് പറയുമ്പോൾ
നമുക്കൊരു റബ്ബർ ഡാം പോലെ അല്ലെങ്കിൽ ഒരു റെഗുലേറ്റർ കം ബ്രിഡ്ജ് പോലെ എന്തെങ്കിലും ഒരു സംവിധാനം നമുക്ക് അനിവാര്യമാണ്. അത് കേരള സർക്കാരിനെ കൊണ്ട് സാധിക്കുമെന്ന് തോന്നുന്നില്ല. അത് കേന്ദ്ര ഗവൺമെൻറ് ആണ് അത് സഹായിക്കേണ്ടത്. ആ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിരിക്കുകയാണ്. കാരണം നെഹ്റു ട്രോഫിക്ക് കൊടുക്കുന്ന സഹായം പോലും വർഷാവർഷം നമുക്ക് തരുന്നില്ല. അപ്പോൾ ഇത്രയും വലിയ ഇത്രയും കൂടുതൽ കരക്കാർ, മറ്റേത് ടീമാണ്, ടീം സ്പോൺസറുണ്ട്, കാര്യങ്ങളുണ്ട്. അത് മോശമാണെന്നല്ല പറഞ്ഞത്, എല്ലാ സംവിധാനവും അവിടെ ഉണ്ട്. പക്ഷേ ഇവിടെ കരക്കാരാണ്. ആ കര പിന്നെ ഇത് ചെയ്യുമ്പോൾ ആ കരയെന്ന് പറയുമ്പോൾ ഒരു അർപ്പണത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ ഒരു സമൂഹമാണ് ഇത് ഏറ്റെടുത്ത് ചെയ്തത്. അപ്പോൾ ആ സമൂഹത്തിന് അത് കൊടുക്കാൻ സംവിധാനമില്ല. നെഹ്റു ട്രോഫിയെ സഹായിക്കണം, വേണ്ടെന്നല്ല പറയുന്നത്, പക്ഷേ ആറന്മുളയും സഹായിക്കണം. അത് അനിവാര്യമാണ്. വള്ളത്തിന്റെ എണ്ണം പോകുമ്പോൾ കൂടുതൽ സഹായം ഇവിടെയാണ് കിട്ടേണ്ടത്. അതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. റേസ് കമ്മിറ്റിയുടെ കൺവീനർ അജിയാർ നായർ കൂടി നമുക്കൊപ്പം ശരിയാണ്. ചേട്ടാ, ഈ കഴിഞ്ഞ വർഷം മുതൽ മത്സരത്തിന്റെ രീതിയിൽ ചില മാറ്റങ്ങൾ കൂടി വരുത്തിയിട്ടുണ്ടല്ലോ, വേഗത്തിൽ തുഴഞ്ഞെത്തുന്നു എന്നൊരു നിലയിലേക്ക്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മാറ്റം ആറന്മുളയിൽ കൊണ്ടുവന്നത്? അത് നേരത്തെയുള്ള സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാകുന്ന അപാകതകൾ ഉണ്ടെന്ന് പള്ളിയോടക്കരകൾ പറഞ്ഞ് വിഷയമുണ്ടാകുന്ന കാരണത്താൽ നമ്മൾ കഴിഞ്ഞ വർഷം മുതൽ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള സ്റ്റാർട്ടിംഗ് ആണ് നമ്മൾ തുടങ്ങിയത്. അത് കഴിഞ്ഞ വർഷം ഒരു 100% വിജയമൊന്നും അല്ലെങ്കിലും 80% വിജയമായിരുന്നു. ഈ വർഷം അത് കൂടുതൽ വിജയത്തിലേക്ക് എത്തുവാൻ കരക്കാരെ കൂടെ ഉൾപ്പെടുത്തി കരയിൽ നിന്നും കരനാഥന്മാരെ വിളിച്ചു വരുത്തി അവരുടെ അഭിപ്രായം കൂടെ മാനിച്ച് പടിഞ്ഞാറു നിന്നുള്ള തുഴച്ചിൽക്കാരെ ഒഴിവാക്കുവാൻ പള്ളിയോട സേവാ സംഘം പള്ളിയോട കരകളോട് ആവശ്യപ്പെട്ടു. അതിന് പ്രകാരമുള്ള സമ്മതപത്രം മേടിച്ചുകൊണ്ട് കരക്കാരെ ഒഴിവാക്കാം എന്ന് പടിഞ്ഞാറൻ തുഴച്ചിൽക്കാരെ ഒഴിവാക്കാമെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്. അതേപോലെ ഇടിത്താളം, വിസിലടി, പടിഞ്ഞാറൻ മേഖലയെ കാണുന്ന വൈക്കത്തപ്പ, കൊച്ചച്ച എന്നുള്ള അങ്ങനെയുള്ള ആ പോരുവിളി മാതിരിയുള്ള ഇത് ഒഴിവാക്കിക്കൊണ്ട് ആറന്മുളയുടെ ശൈലിയിൽ തന്നെയുള്ള തെയ്ത്തവും തെയ്ത്തേ താളത്തിൽ തന്നെ തെയ് എന്നുള്ള താളത്തിൽ തന്നെ മത്സര വള്ളങ്ങളിൽ പങ്കെടുത്തു പോരണമെന്നാണ് നമ്മൾ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. ആ നിർദ്ദേശം പാലിക്കപ്പെടുമെന്ന് തന്നെയാണ് നമ്മുടെ ഇത്. അല്ലാത്ത പക്ഷം അങ്ങനെ പള്ളിയോട സേവാ സംഘത്തിന്റെ നിയമാവലി അനുസരിക്കാതെയുള്ള പള്ളിയോടമാണെങ്കിൽ ആ പള്ളിയോടത്തെ ആദ്യത്തെ ഹീറ്റ്സ് കഴിയുമ്പോൾ തന്നെ പുറത്താക്കാനുള്ള മുന്നിലത്തെ വർഷം ഭയങ്കര വർഷങ്ങളായിരുന്നു. അതെ, ട്രാക്ക് തെറ്റിച്ചു പോകുക. അതെ 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 ഈ കഴിഞ്ഞ വർഷം അങ്ങനെ ട്രാക്ക് തെറ്റ് സംവിധാനം നടക്കാതെ അങ്ങനെ കുഴപ്പമായിട്ടൊന്നും വന്നില്ല. 2023 നമുക്ക് ഇങ്ങനെ ഒരു സംവിധാനമില്ലായിരുന്നു. അത് നമ്മള് പള്ളിയോടെ ഭാരവാഹികൾ തന്നെ അവിടെ നിന്ന് സ്റ്റാർട്ട് കൊടുക്കുന്ന രീതിയായിരുന്നു. അങ്ങനെയുള്ള വിഷയങ്ങൾ മാറുവാൻ വേണ്ടി ഇത് കൂടുതൽ ലോകോത്തരമാക്കി ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അലങ്കോലമാകുന്ന രീതിയിലേക്ക് മുൻപോട്ട് വന്നാൽ ഈ ജലമേളയെ ബാധിക്കുമെന്ന് കണ്ടിട്ടാണ് ഇതുപോലെയുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. അതെ ഗൗതം, നമുക്ക് പള്ളിയോട സേവാ സംഘത്തിന്റെ മുൻ ഭാരവാഹിയും അതേപോലെ തന്നെ മേലുകര പള്ളിയോടം, മാലക്കര പള്ളിയോടത്തിന്റെ പ്രധാനപ്പെട്ട ആ പള്ളിയോടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അധ്യാപകൻ കൂടിയായ രതീഷ്, അദ്ദേഹം നമുക്കൊപ്പം ചേരുകയാണ്. മാലക്കര പള്ളിയോടത്തിന്റെ പ്രത്യേകത 1936 2 പള്ളിയോടം ഉണ്ടായിരുന്ന കര. അതെ അതെ, 2 പള്ളിയോടം ഒരു കരയ്ക്കുണ്ടായിരുന്നു അല്ലേ? 1936 2 പള്ളിയോടം ഉണ്ടായിരുന്ന കരയാണ് മാലക്കര. ഏറ്റവും പ്രധാനപ്പെട്ട 2 പള്ളിയോടങ്ങൾ പോയി നേരത്തെ ഗോവൻജി സൂചിപ്പിച്ചതുപോലെ 28ലേക്ക് എണ്ണം ചുരുങ്ങിയപ്പോൾ ഈ 2 പള്ളിയോടങ്ങൾ ഇല്ലാതായ കരയും കൂടിയാണ് മാലക്കര. അതിനുശേഷം നീണ്ട 40 വർഷങ്ങൾക്ക് ശേഷമാണ് 94 ഈ പറഞ്ഞ പള്ളിയോടം നമുക്ക് വരുന്നത്. ഇത്തവണത്തെ ജലോത്സവം ഈ വെള്ളത്തിന്റെ കുറവുണ്ട്, ഇതൊക്കെ ഒരു പ്രശ്നമായി വരുമോ? ഇല്ലല്ലോ, ജലത്തിന്റെ കുറവ് പ്രശ്നമായി വരാൻ സാധ്യതയില്ല. കാരണം ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലെ ഏറെക്കുറെ എല്ലാ ഡാമുകളും നിറഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് തുറന്നുവിടാൻ അധികാരികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെ തുറന്നു വിടണം, കൃത്യമായ സമയത്ത് തുറന്നു വിട്ടാൽ 2 മണിയോട് വെള്ളം എത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും പ്രധാനമായി നമ്മൾ അറിയേണ്ടത് ആറന്മുള ഉത്രട്ടാതി ജലമേള ആറന്മുള ക്ഷേത്രത്തിലെ ആട്ടവിശേഷത്തിന്റെ ഭാഗമാണ്. അത് ക്ഷേത്ര ചടങ്ങാണ്. ഇന്ന് ക്ഷേത്രത്തിൽ ധാരാളം ചടങ്ങുകൾ ഇതുകൂടാണ്. ഇന്നത്തെ ശീവേലി വിശേഷാലായിട്ട് നടത്താണ്, ആനപ്പുറത്താണ്. വൈകിട്ട് വിശേഷാൽ ഗരുഡമാനത്തിലാണ് വൈകിട്ടത്തെ ശീവേലിക്ക് എഴുതുന്നത്. അപ്പം ക്ഷേത്രത്തിലെ ആട്ടവിശേഷത്തിന്റെ ഭാഗമായിട്ട് തന്നെ വിശ്വനാഥനായ ഭഗവാനെ വിശ്വസിച്ചതാണ് ഞങ്ങൾ വരുന്നത്. അതുകൊണ്ട് വെള്ളം ഉണ്ടാവും. എന്തായാലും മാലക്കര മുമ്പ് മന്നൻ ട്രോഫി മുത്തമിട്ടിട്ടുള്ള പള്ളിയോടം തന്നെയാണ്. എന്തായാലും ഈ തവണ മികച്ച പെർഫോമൻസ് നടത്താൻ കഴിയും. വളരെ സന്തോഷം. ഇവിടെ രതീഷ് സാർ പറഞ്ഞ പോലെ ഗൗതം, നമ്മൾ കാണുന്ന പല ആഘോഷങ്ങൾക്ക് പിന്നിലും വലിയ ആചാരവും ക്ഷേത്ര സംബന്ധമായ ചടങ്ങുകളും ഒക്കെ തന്നെ. ഈ അത്തം ഘോഷയാത്ര തന്നെ നോക്കിയാൽ അത് അവിടുത്തെ വാമന ക്ഷേത്രത്തിലെ ചടങ്ങാണ്. അത് നമ്മുടെ നാട് ജനത ഏറ്റെടുക്കുകയായിരുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പോൾ ഈ ജലോത്സവവും നമ്മുടെ ക്ഷേത്രത്തിലെ ആട്ടവിശേഷമാണ്. പക്ഷെ അതിനകത്ത് നമ്മൾ ആറന്മുള നിൽക്കുമ്പോൾ എടുത്തു പറഞ്ഞിട്ടൊരു കാര്യം, ആറന്മുളയിൽ മാത്രമാണ് അത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ ജലമേള തുടർന്നു പോകുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ചമ്പക്കുളം മൂലം വള്ളംകളി, കേരളത്തിൽ വള്ളംകളി തുടങ്ങുന്നത് ഈ മിഥുനമാസത്തിലെ മൂലം നാളിൽ നടക്കുന്ന കർക്കിടകത്തിന് തൊട്ട് മുമ്പ് നടക്കുന്ന വള്ളംകളി. പക്ഷെ ആ വള്ളംകളിയുടെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പം
ശ്രീകൃഷ്ണ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടാണ് ഈ ചമ്പക്കുളം മൂലം വള്ളംകളി. പക്ഷെ ഇപ്പോൾ ആ വള്ളംകളി പൂർണ്ണമായും അതൊരു ക്ഷേത്രാചാരം എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ പായിപ്പാട് വള്ളംകളി അവിടുത്തെ ശ്രീകൃഷ്ണ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പക്ഷെ അത് പൂർണ്ണമായും ക്ഷേത്ര രീതിയിലല്ല ഇപ്പോൾ അത് പോകുന്നത്. അതിന് മറ്റു ചില രീതിയിലേക്ക് അത് മാറി. പക്ഷെ ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം അതിൽ ഈ കരക്കാരെ നമ്മൾ വാനോളം പോകരുത്. അവർ ഇപ്പോഴും അത് ആ ചിട്ടവട്ടങ്ങൾ ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ച് തന്നെ. തൃശ്ശൂർ പൂരം പോലെ തന്നെ ചിട്ടവട്ടങ്ങളിൽ ഒരു വ്യത്യാസവും വരുത്തുക, അത് കൃത്യമായി അതിന്റെ നിഷ്ഠകളോടെ. ഈ നേരത്തെ ഗൗതം പറഞ്ഞ പോലെ തന്നെ തൃശ്ശൂർ പൂരവും അങ്ങനെയാണല്ലോ, വടക്കുന്നാഥ ക്ഷേത്ര സന്നിധി നടക്കുന്ന വലിയ ആചാരമാണ്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ചിട്ടവട്ടങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും അണുവിട പോലും വിട്ടുവീഴ്ചയില്ലാതെ നടത്തുന്ന വലിയ ജലോത്സവം തന്നെയാണ് ഉത്രട്ടാതി നാളിൽ ഈ പമ്പയുടെ ഈ ഓളങ്ങളിൽ നടക്കുന്നത്. ഗൗതം.